നമ്മളുടെ നാട്ടിലെ കാലാവസ്ഥ പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് നല്ല മഴ, ഇടയ്ക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടും. പലതരത്തിലുള്ള മോയ്സ്ചറൈസേഴ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ സ്കിന്നിന് പറ്റിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ എങ്ങനെ ചൂസ് ചെയ്യാൻ സാധിക്കും? ഹായ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആണെങ്കിലും ഓയിലി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ കേരളത്തിലല്ല, ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്താണ് ജീവിക്കുന്നതെങ്കിലും സ്കിൻ കെയറിന് മോയ്സ്ചറൈസർ കൂടിയേ തീരൂ. പക്ഷേ മോയ്സ്ചറൈസർ വാങ്ങിക്കുമ്പോൾ ആയിരക്കണക്കിന് ഓപ്ഷൻസ് ആണുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഡെർമറ്റോളജിസ്റ്റ് എങ്ങനെയാണ് മോയ്സ്ചറൈസർ റെക്കമെൻഡ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. മലയാളികളുടെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ണറായിട്ടുള്ള ഡോഫുഡിയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ തുടങ്ങാം. മോയ്സ്ചറൈസേഴ്സ് നമ്മളുടെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്നത് സ്കിന്നിലുള്ള വെള്ളത്തിൻ്റെ അംശം പുറത്തേക്ക് പോകുന്നത് തടഞ്ഞിട്ടും അവിടെയുള്ള മോയ്സ്ചർ കണ്ടന്റ് നിലനിർത്തിയിട്ടുമാണ്. മോയ്സ്ചറൈസർ പല രൂപത്തിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് അവൈലബിൾ ആവുന്നത് ലോഷൻ്റെ രൂപത്തിലാണ്. ഒരു ലിക്വിഡ് രൂപത്തിലുള്ള പ്രിപ്പറേഷനെയാണ് നമ്മൾ ലോഷൻ എന്ന് പറയുന്നത്. പക്ഷേ ലോഷൻ മാത്രമല്ല, ജെല്ലുണ്ട്, ക്രീംസ് അവൈലബിൾ ആണ്, മോയ്സ്ചറൈസർ അടങ്ങിയിട്ടുള്ള ഓയിൻമെൻറ്റ്സും അവൈലബിൾ ആണ്. മോയ്സ്ചറൈസർ അടങ്ങിയിട്ടുള്ള ലോഷൻ നിങ്ങൾ മുമ്പേ ഉപയോഗിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിനേക്കാളും ലൈറ്റർ ആയിട്ടുള്ള രൂപം ജെല്ലുകളാണ്. വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ടും അടങ്ങിയിട്ടുണ്ടാവുക ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസറിലായിരിക്കും. ഇനി ക്രീമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടിയും കട്ടി കൂടുതലായിരിക്കും. ലോഷനേക്കാളും കൂടുതൽ ഓയിൽ കണ്ടന്റും ഉണ്ടാവുന്നത് ക്രീമുകളിലായിരിക്കും. ഏത് തരത്തിലുള്ള മോയ്സ്ചറൈസർ വാങ്ങിക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ്. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏത് തരമാണ്, അതേപോലെ നിങ്ങളുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് എത്രത്തോളം കൂടുതലാണ്. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണ്, നിങ്ങളുടെ സ്കിൻ എത്രത്തോളം ഡ്രൈ ആണ്, ഇത് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും. ഇത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല വഴി നിങ്ങളുടെ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുമായി സംസാരിക്കുക എന്നുള്ളതാണ്. ഡോഫോഡിയിലുള്ള സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് പറയുന്നത് ഒരു നോർമൽ സ്കിൻ ടൈപ്പുള്ള ഒരാൾക്ക് ലോഷൻ രൂപത്തിലുള്ള മോയ്സ്ചറൈസർ ധാരാളം മതിയാവുന്നുള്ളതാണ്. 45-50 വയസ്സ് വരെ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും മോയ്സ്ചറൈസർ ലോഷൻ തന്നെ മതിയാവും. പക്ഷേ 50 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പെരിമെനോപോസൽ ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് സ്കിന്നിന് കൂടുതൽ സ്ട്രെങ്ത് വേണം, കൂടുതൽ ഹൈഡ്രേഷൻ വേണ്ടി വരും. ഇങ്ങനെയുള്ളവർക്ക് ലോഷനേക്കാളും യൂസ്ഫുൾ ആവുന്നത് ക്രീമുകളായിരിക്കും. ഇനി നിങ്ങൾ താമസിക്കുന്നത് വളരെയധികം തണുപ്പുള്ള ഒരു പ്രദേശത്താണെന്നുണ്ടെങ്കിൽ അവിടെ ക്രീമുകളും മതിയാവില്ല, കുറച്ചും കൂടി തിക്കറായിട്ടുള്ള ഓയിൻമെൻറ്റ്സ് ആയിരിക്കും നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ യൂസ്ഫുൾ ആവുന്നത്. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഡ്രൈ സ്കിൻ ഉള്ളവർക്കും ലോഷനേക്കാളും യൂസ്ഫുൾ ആവുന്നത് ഒന്നിക്കൽ ക്രീമോ അല്ലെങ്കിൽ ഓയിൻമെന്റ് രൂപത്തിലുള്ള മോയ്സ്ചറൈസേഴ്സ് ആയിരിക്കും. ഇനി നിങ്ങളുടെ സ്കിന്ന് ഓയിലി ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഓയിൽ അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ സ്കിന്നിലുള്ള ചെറിയ പോർസ് ഉണ്ട്, ചെറിയ ദ്വാരങ്ങളാണ്. ഇത് അടയാനുള്ള സാധ്യത കൂടി വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെറിയ ദ്വാരങ്ങൾ അടയുന്ന സമയത്ത് സ്കിന്നിൽ മുഖക്കുരു വരാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ സാഹചര്യത്തിൽ ക്രീമിലേക്കും ഓയിൻമെന്റിലേക്കും അല്ല പോകേണ്ടത്, നേരെ മറിച്ച് ജെല്ലുകൾ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. ജെല്ല് കുറച്ചും കൂടി ലൈറ്റർ ആയിരിക്കും, വെള്ളത്തിൻ്റെ അംശം കൂടുതലായിരിക്കും. പോരാതെ തന്നെ സ്കിന്നിലുള്ള പോർസ് ഒന്നും ജെല്ല് രൂപത്തിലുള്ള മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്ന സമയത്ത് അടഞ്ഞു പോകുന്നതുമില്ല. ഇനി മൂന്നാമത് മറ്റൊരു സ്കിൻ ടൈപ്പും കൂടിയുണ്ട്. അധികം ആൾക്കാരും വിചാരിക്കുന്നത് അവരുടെ സ്കിൻ ഒന്നിക്കൽ ഡ്രൈ ആണ് അല്ലെങ്കിൽ ഓയിലി ആണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ചിലപ്പം ഒരേ ആളുടെ തന്നെ സ്കിന്ന് ചില ഭാഗങ്ങളിൽ ഓയിലി ആയിരിക്കാം, മറ്റു ചില ഭാഗങ്ങളിൽ ഡ്രൈ ആയിരിക്കാം. ഇങ്ങനെയുള്ളവരുടെ മുഖത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ സ്കിന്നിൻ്റെ പല ഭാഗങ്ങളും ഡ്രൈ ആയിരിക്കും. പക്ഷേ ഒരു ടീ പോലത്തെ ഏരിയ, അതായത് നെറ്റിയും അവിടുന്ന് താഴേക്ക് ഒരു വര വരച്ചു കഴിഞ്ഞാൽ മൂക്കും ചുണ്ടും ഒക്കെ അടങ്ങിയിട്ടുള്ള ഭാഗം, ഇവിടെ കൂടുതലും ഓയിലി സ്കിന്നാണ് ഉണ്ടാവാൻ സാധ്യത കൂടുതലുള്ളത്. ഇങ്ങനെയുള്ളവർ ഇവരുടെ മുഖം രണ്ട് വേറെ വേറെ മുഖങ്ങളാണെന്നുള്ള രീതിയിലാണ് കരുതേണ്ടതും അത്തരത്തിലാണ് മോയ്സ്ചറൈസേഴ്സ് ചൂസ് ചെയ്യേണ്ടതും അപ്ലൈ ചെയ്യേണ്ടതും. ഡ്രൈ ആയിട്ടുള്ള ചീക്സിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഇവർക്ക് മോയ്സ്ചറൈസർ ഉപയോഗിക്കാം. ഓയിലി ആയിട്ടുള്ള ഭാഗങ്ങളിൽ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യുന്നതും ഇവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണോ അല്ലേന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ മുഖത്തിൻ്റെ നടുക്കുള്ള ഭാഗം, ഞാൻ നേരത്തെ പറഞ്ഞ ടീ എന്ന് വരയ്ക്കുന്ന രീതിയിലുള്ള മുഖത്തിൻ്റെ ഭാഗത്ത് മോയ്സ്ചറൈസർ ഉപയോഗിക്കാത്തത് തന്നെയാണ് നല്ലത്. മോയ്സ്ചറൈസേഴ്സ് മുഖത്ത് മാത്രമല്ല, കയ്യിലും കഴുത്തിലും കാലിലും സ്കിന്നിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റും കൂടിയാണ്. അധികം ആൾക്കാരുടെയും മൂക്കിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഭാഗങ്ങളിൽ ഓയിലി ഗ്ലാൻസ് കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമേ വരാറില്ല. ഇനി നിങ്ങൾ കൃത്യമായിട്ടുള്ള മോയ്സ്ചറൈസർ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പേ കുറച്ച് ടിപ്സും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. മോയ്സ്ചറൈസർ ഉപയോഗിക്കേണ്ട സമയം എന്ന് പറയുന്നത് കുളിച്ചതിന് ശേഷമാണ്. നിങ്ങളുടെ സ്കിന്നിൽ ഈർപ്പം ഉള്ള സമയത്താണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടത്. ഇതുപോലത്തെ പല മോയ്സ്ചറൈസേഴ്സിലും ആൽക്കഹോളിൻ്റെ അളവ് കൂടുതലുണ്ടാവും. ആൽക്കഹോളും ആൽഫ ഹൈഡ്രോക്സി ആസിഡ്സും സുഗന്ധത്തിന് വേണ്ടി ആഡ് ചെയ്യുന്ന ഫ്രേഗ്രൻസും പെർഫ്യൂംസും ഇതൊന്നും ഇല്ലാത്ത മോയ്സ്ചറൈസറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ
മോയ്സ്ചറൈസർ കാരണം ഉണ്ടാവാൻ സാധ്യതയുള്ള സ്കിൻ അലർജീസും നിങ്ങൾക്ക് തടയാൻ സാധിക്കും. ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്കിന്നിൽ തന്നെ നിർമ്മിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽസിനെ നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗിക്കാനും സാധിക്കും. സ്മെല്ല് മാത്രം നോക്കി ഒരു മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുന്നതിനേക്കാളും നല്ല വഴി എന്ന് പറയുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് വായിച്ച് നോക്കുന്നതാണ്. സെറാമൈഡ്സ് എന്ന് പറയുന്നത് നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതിൽ വാക്സ് പോലത്തെ ലിപ്പിഡ്സ് ആണ് ഉണ്ടാവുക. സ്കിന്നിൻ്റെ ഹൈഡ്രേഷൻ നിലനിർത്താൻ അത് ഹെൽപ്പ് ചെയ്യും. ഹൈലൂറോണിക് ആസിഡ് മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത്തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള പ്രൊഡക്ട്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഇനി സ്കിൻ കെയറിന് വേണ്ടി വെറും മോയ്സ്ചറൈസർ മാത്രം ഉപയോഗിച്ചാൽ പോരാ. നിങ്ങൾ പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഫേസ് വാഷോ ബോഡി വാഷോ ഉപയോഗിക്കുക. പുറത്ത് പോകുന്നതിന് മുമ്പേ SPF 30 കൂടുതലുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾ കൂടുതൽ സമയം പുറത്ത് ചെലവഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സ്കിന്നെ കവർ ചെയ്യുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം എല്ലാ ദിവസവും കുടിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ കുടിക്കുന്ന വെള്ളം തന്നെയാണ് നിങ്ങളുടെ സ്കിന്നിലും ഉണ്ടാകുന്നത്. നിങ്ങൾ തീരെ വെള്ളം കുടിക്കുന്നില്ല, എൻവയോൺമെൻറ്റൽ ടെമ്പറേച്ചറും കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഓട്ടോമാറ്റിക്കലി ഡ്രൈ ആവും. അത് സ്കിന്നിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. എക്സസൈസ് ചെയ്യുന്നതും എല്ലാ ദിവസവും ഫ്രൂട്ട്സ് കഴിക്കുന്നതും നിങ്ങളുടെ സ്കിൻ കെയറിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 2 മികച്ച കാര്യങ്ങളായിരിക്കും. ഇനി നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഏതാണെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഡെർമറ്റോളജിസ്റ്റ്, അതായത് സ്കിൻ സ്പെഷ്യലിസ്റ്റുമായി സംസാരിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഹോസ്പിറ്റലിൽ പോകണമെന്നില്ല. നിങ്ങൾക്ക് ഓൺലൈനായി വീഡിയോ കോൾ വഴി ഡെർമറ്റോളജിസ്റ്റുമായി ഡോഫോഡിയിൽ സംസാരിക്കാം. ഇത്തരത്തിലുള്ള കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ ലൈക്ക് ബട്ടൻ്റെ താഴെ ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഏത് മോയ്സ്ചറൈസറാണ് സ്ഥിരമായിട്ടും ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ചർമ്മത്തിൻ്റെ പ്രായം കുറച്ച് നിർത്തുന്ന ഒരു കെമിക്കലാണ് റെറ്റിനോയിഡ്സ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. സ്കിൻ കെയറിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.